So, നമ്മൾ ഇന്നലെ പഠിച്ചത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിൽ ഫസ്റ്റ് രണ്ടെണ്ണം പഠിച്ച ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങും ഡിഫറൻസ് ഓഫ് മീൻസും ആണ്. അപ്പൊ ഹൈപ്പോത്തിസിസ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ. രണ്ട് പോപ്പുലേഷൻസ് ഉണ്ട്, ഈ രണ്ട് പോപ്പുലേഷന്റെയും ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാം. ഈ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാൻ വി ഹാവ് ടു സെറ്റ് ടു അസംഷൻ. രണ്ട് അസംഷൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് അസംഷൻ ഈസ് കോൾഡ് ആസ് നൾ ഹൈപ്പോത്തിസിസ്, second is called as alternative hypothesis. But null hypothesis പറയുന്നത് there is no difference between two sample. നമുക്ക് രണ്ട് സാമ്പിൾ ആണ് എടുത്തേക്കുന്നത്, ഈ രണ്ട് സാമ്പിളും ഡിഫറൻസ് ഇല്ല എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസും, ഈ രണ്ട് സാമ്പിളും ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസും. ഇതാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞേക്കുന്നത്. ഡ്രഗ് എയും ഡ്രഗ് ബിയും പേഷ്യന്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്ന നൾ ഹൈപ്പോത്തിസിസ് ഏതാണെന്നും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ഏതാണെന്നോ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോ അല്ലെ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നത് H0, ഡ്രഗ് എയും ഡ്രഗ് ബിയും സെയിം എഫക്ട് ഓൺ പേഷ്യന്റ് ആണ് നൾ ഹൈപ്പോത്തിസിസ് പറയുന്നത്. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് പറയുന്നത് ഡ്രഗ് എക്ക് ബെറ്റർ എഫക്റ്റ് ആണ് ദാൻ ഡ്രഗ് ബി. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഈ രണ്ട് ഹൈപ്പോത്തിസിസും. നമ്മൾ സം ക്യാമ്പയിനിങ് മെത്തേഡ് യൂസ് ചെയ്യാണ്. അപ്പൊ ആ ക്യാമ്പയിനിങ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഈ നൾ ഹൈപ്പോത്തിസിസിനും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസിനും എന്നാണ് നെക്സ്റ്റ് 2 പോയിന്റ്സ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമ്മൾ സം ക്യാമ്പയിനിങ് മെത്തേഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നൾ ഹൈപ്പോത്തിസിസിന് എന്ത് സംഭവിക്കും ആദ്യം പറയുന്നുണ്ട്. H0 campaigning C does not reduce customer turn. Okay, customer turnover reduce ചെയ്യുന്നില്ല better than the current campaigning. Current campaigning customer turn reduce ചെയ്യുന്നില്ല എന്നാണ് H0 പറയുന്നത്. Okay, alternate hypothesis എന്താ പറയുന്നത്? Campaigning C does reduce customer turnover better than current campaigning. അതാണ് alternate hypothesis ന് വരുന്ന ചേഞ്ച്. ഇതാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് സെക്കൻഡ് അല്ല, അടുത്ത കുറച്ച് സാമ്പിൾ റിയൽ വേൾഡ് എക്സാമ്പിൾ ആണ് പറഞ്ഞേക്കുന്നത്. ഈ ടേബിളില് കുറച്ച് ആപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. ആക്യുറസി, ഫോർകാസ്റ്റ്, റെക്കമെൻഡേഷൻ എഞ്ചിൻ, റിഗ്രഷൻ മോഡലിംഗ്. ഈ ആപ്ലിക്കേഷനിൽ how we can set a null hypothesis, how we can set an alternate hypothesis. Some examples ആണ് ഈ ടേബിളിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് മീൻസ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് കേസ് we have to take two population difference ആണ് എടുത്തത്. Okay, in second case okay, we have to take two population and finding the population mean and then find the difference of this mean. ഈ മീനുകളുടെ ഡിഫറൻസ് എടുക്കുന്നു. That is the difference of means method. Clear ആയോ? Okay, second methodല് populations, two populations are there. From this two population we have to find the mean and finding the difference of these mean ആണ് നമ്മൾ സെക്കൻഡ് മെത്തേഡ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ അതിൽ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസും നൾ ഹൈപ്പോത്തിസിസും സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? H0 രണ്ട് മീനും ഫസ്റ്റ് പോപ്പുലേഷന്റെ മീനെ പോപ്പുലേഷൻ 1ന്റെ മീനെ μ1 എന്നും സെക്കൻഡ് പോപ്പുലേഷന് μ2 എന്നും എടുക്കാണ്. നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ആസ് μ1 ഈക്വൽ ടു μ2. ഓക്കെ, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസില് രണ്ടും ഈക്വൽ അല്ല. ഇതാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഈ മീൻസുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രണ്ട് ടെസ്റ്റ് ഉണ്ടെന്നാ പറയുന്നത്. ഒന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് ടി ടെസ്റ്റ് ആൻഡ് നെക്സ്റ്റ് ഇസ് എ വെൽച്ചേഴ്സ് ടി ടെസ്റ്റ്. ഈ രണ്ട് ടെസ്റ്റ് യൂസ് ചെയ്താണ് ഫൈൻഡിങ് ദ ഡിഫറൻസ് ഓഫ് ദിസ് മീൻ. ഓക്കെ, അതിന് മുന്നേ സപ്പോസ് നമുക്ക് രണ്ട് മീൻ ഉണ്ട്. X1 ബാറും X2 ബാറും എന്ന് പറഞ്ഞാൽ ടു പോപ്പുലേഷൻസിന്റെ മീൻ ആണ്. ഈ ടു പോപ്പുലേഷൻസിന്റെ മീൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയാൽ, അതാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇഫ് X1 ബാർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു X2 then there is an overlap. അങ്ങനെയാണെങ്കിൽ there is an overlap വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് PO1 is one population, PO2 is another population and taking the mean of PO1 and PO2. Okay, PO1 population 1ന്റെ mean X1 ബാറും population 2ന്റെ mean X2 ബാർ ആണ്. If these two means are equal, approximately equal, then there is an overlap that is shown in the figure. Okay, ഒരു overlap വരും, അത് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. Okay, ഈ മീനുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് we having two tests.
First test is called as student's t-test. Okay, in the details like just you have to look out the equations only. Okay, equations student's t-test t-test assumes that distribution of two populations have equal but unknown variance. That two populations and variance equal but unknown. That's student's t-test assume condition. Okay, so two samples N1 and N2. The size of the sample is N1 and N2. Okay, so two populations and equations T is equal to x1 bar minus x2 bar. X1 bar indicating mean of population 1. X2 bar indicating mean of population 2. Divided by SP. SP means pool variance. Okay, variance in the pool ആണ് SP. Then square root 1 by N1 plus 1 by N2. N1 and N2 indicating the size of the two samples. നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് സാമ്പിൾസിന്റെയും സൈസ് ആണ് N1 ഉം N2. Okay, അല്ലെ നമ്മൾ SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is called as a pool variance. ഈ pool variance എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് അതിന്റെ താഴത്തെ ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ട്. How to calculate the pool variance. Okay, so student t-test നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് ഓർത്തു വെച്ചേക്കുന്നത്. T calculate ചെയ്യാൻ, അതായത് T എന്ന് പറഞ്ഞാൽ T statistics calculate ചെയ്യുന്ന ഇക്വേഷൻ ആണ് T, and the student pool variance calculate ചെയ്യുന്നതാണ് SP. SP calculate equation SP square is equal to N1 minus 1 into S1 square. S1 square means variance of population 1 plus N2 minus 1 into S2 square. S2 square means variance of population 2 divided by N1 plus N2 minus 2. Okay, this is the two equation in the case of student's t-test. Okay, student's t-test use in difference of means. രണ്ട് population mean ഉണ്ടെങ്കിൽ ഈ മീനുകൾ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് സ്റ്റുഡൻസ് t-test യൂസ് ചെയ്യുന്നത്. Okay, അതിന് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ആ രണ്ട് ഇക്വേഷൻസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. T കാൽക്കുലേറ്റ് ചെയ്യാനും അല്ല ആ T എന്ന ടേമില് പൂൾ വേരിയൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ആസ് SP. ആ SP കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് സെക്കൻഡ് ഇക്വേഷനിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അല്ല ജസ്റ്റ് നിങ്ങൾ ആ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വിൽച്ചേഴ്സ് t-test. ഓക്കെ, രണ്ട് ടെസ്റ്റില് സെക്കൻഡ് ടെസ്റ്റ് ആണ് വിൽച്ചേഴ്സ് t-test. Okay, so Wilcher's t-test ആ T statistics calculate ചെയ്യുന്ന equation ആണ് T Wilch is equal to x1 bar minus x2 bar divided by S1 square divided by N1 plus S2 square divided by N2. Okay, നേരത്തെ കേസിൽ നിന്ന് ഈ Wilcher's t-test ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ student t-test we have to use a pool variance term SP. But in the case of Wilcher's test, we can't use the pool variance. Here directly we can use the variance of samples, that is indicating as S1 square and S2 square. Okay, S1 sample ന്റെ തന്നെ വേരിയൻസ് ആ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പൂൾ വേരിയൻസ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ടേം യൂസ് ചെയ്തിട്ടില്ല. അതാണ് സ്റ്റുഡന്റ് t-testum Wilcher's t-testum തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആയോ? Okay, difference of means difference of mean കാണാൻ two test use in student t-test and Wilcher's test. രണ്ടിലും നമ്മൾ രണ്ട് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷൻസ് പഠിച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് Wilcoxon rank sum test. Okay, third method Wilcoxon rank sum test. Okay, in Wilcoxon rank sum test is a non-parametric hypothesis test that checks whether two populations are identically distributed. Okay, so ഇതിനകത്ത് ചെയ്യുന്ന രണ്ട് പോപ്പുലേഷൻസ് ഉണ്ട്, P1 ഉം P2 ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഓരോ ഒബ്സർവേഷൻസിനും we have to set some rank. Okay, the smallest observation having rank 1, then rank 2, rank 3, etc. up to rank n. ഓരോ ഒബ്സർവേഷനും നമ്മൾ എന്ത് ചെയ്യും? റാങ്ക് സെറ്റ് ചെയ്യാണ്. ഇനി റാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഒബ്സർവേഷന് സെയിം റാങ്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് ചെയ്യും. ഓക്കെ, ആ ആവറേജ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഈ റാങ്കുകളുടെ എല്ലാം കൂടി ന്യൂമറിക്കൽ
സം ആയിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പാസ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഈ റാങ്കുകളുടെ സം ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു അസംഷനിലേക്ക് എത്തുന്നത്. ആഫ്റ്റർ റാങ്കിങ് ഓൾ ദ ഒബ്സർവേഷൻ ദ അസൈൻഡ് റാങ്ക്സ് ആർ സം ഫോർ അറ്റ്ലീസ്റ്റ് വൺ പോപ്പുലേഷൻ. ബേസ്ഡ് ഓൺ ദിസ് റാങ്ക് സം വി ഹാവ് ടു പ്ലോട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ. ആ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അതാണ് വിൽകോക്സൺസ് റാങ്ക് സം ടെസ്റ്റ് പറയുന്നത്. വിൽകോക്സൺ റാങ്ക് സം ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. സിംപ്ലി പറയുന്നത് നമ്മുടെ ഒബ്സർവേഷൻസിനെ റാങ്ക് ചെയ്യും ഫ്രം റാങ്ക് 1 ടു റാങ്ക് n. 2 ഒബ്സർവേഷന് സെയിം റാങ്ക് വരികയാണെങ്കിൽ അത് നമ്മൾ ആവറേജ് ചെയ്തിട്ടായിരിക്കും ആ റാങ്ക് എടുക്കുന്നത്. ദെൻ ഈ ഹോൾ ഒബ്സർവേഷനെയും റാങ്കുകളെ സം ചെയ്യും. ബേസ്ഡ് ഓൺ ദിസ് റാങ്ക് സം വി ഹാവ് ടു പ്ലോട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ. എന്നിട്ട് ആ റാങ്ക് വെച്ചിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് ചെയ്യും. അതിൽ നിന്ന് കൺക്ലൂഷനിലേക്ക് റീച്ച് ചെയ്യും. ആണ് വിൽകോക്സൺ റാങ്ക് സം മെത്തേഡ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആണ്. ടൈപ്പ് 1 ടൈപ്പ് 2 എറേഴ്സ് എന്താന്ന് പറയാണ്. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 errors. Okay, these two types of errors occurs in the case of hypothesis test. Okay, hypothesis test ൽ occur ചെയ്യുന്ന 2 types of errors ആണ് type 1 ഉം type 2. Okay, a hypothesis test may result in 2 types of errors depending on whether the test accept or reject a null hypothesis. Okay, null hypothesis accept ചെയ്യുന്നോ reject ചെയ്യുന്നോ എന്ന് ബേസ് ചെയ്ത് 2 types of errors ഉണ്ട്. type 1 ഉം type 2. ആ എറർ കാറ്റഗറി ആണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ബ്ലൂ ലെറ്റേഴ്സിൽ. ടൈപ്പ് 1 എറർ ആൻഡ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 1 എറർ എന്താന്ന് പറയാണ്. എ ടൈപ്പ് 1 എറർ ഈസ് ദ റിജക്ഷൻ ഓഫ് നൾ ഹൈപ്പോത്തസിസ് വെൻ ദ നൾ ഹൈപ്പോത്തസിസ് ട്രൂ. ഓക്കെ, അപ്പോ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യാണ് എപ്പോ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആകുമ്പോൾ. ഓക്കെ, ദ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ഈസ് ഡിനോട്ടഡ് ബൈ the Greek letter alpha. Type 1 denote ചെയ്യുന്ന letter alpha ആണ്. Then next type 2 error എന്താന്ന് പറയുന്നത്. type 2 error is the acceptance of null hypothesis when null hypothesis false. null hypothesis false ആയിരിക്കുമ്പോൾ നമ്മൾ accept ചെയ്യുകയാണെങ്കിൽ null hypothesis accept ചെയ്യുകയാണെങ്കിൽ അത് type 2 error. Okay, these are the 2 types of errors occurring in hypothesis test. type 1 and type 2 errors. Okay, അതിന്റെ കോമ്പിനേഷൻസ് ആണ് നെക്സ്റ്റ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാട്ട് ആർ ദ പോസിബിൾ സ്റ്റേറ്റ്സ് അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ H0 is a null hypothesis accepted. H0 is accepted ആണ്. ഇപ്പോ H0 true ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ഔട്ട്കം കിട്ടും. ഓക്കെ, H0 accepted കേസിൽ H0 true ആകുമ്പോൾ കറക്റ്റ് ഔട്ട്കം കിട്ടും. H0 false ആകുമ്പോൾ that is as type 2 error. Okay, in the case of null hypothesis accept ചെയ്യുമ്പോൾ. Okay, null hypothesis reject ചെയ്യുമ്പോൾ H0 true ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് type 1 എററും H0 false ആണെങ്കിൽ കറക്റ്റ് ഔട്ട്കം. അതാണ് നമുക്ക് 4 സ്റ്റേറ്റ്സ് ആണ്, 4 പോസിബിൾ സ്റ്റേറ്റ്സ് ആണ് ബേസ്ഡ് ഓൺ null hypothesis നമുക്ക് വരുന്നത്. അതാണ് ആ ടേബിളിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. H0 ട്രൂവും ഫോൾസും ബേസ് ചെയ്ത് ചെക്ക് ചെയ്യാണ്. H0 അക്സെപ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് റോ നോക്കുക. H0 അക്സെപ്റ്റ് ചെയ്യുമ്പോൾ H0 ട്രൂ ആണെങ്കിൽ കറക്റ്റ് ഔട്ട്കം കിട്ടും. H0 ഫോൾസ് ആണെങ്കിൽ ടൈപ്പ് 2 എറർ. ഇൻ ദ കേസ് ഓഫ് H0 റിജക്ഷൻ കേസിലാണ്. റിജക്ഷൻ കേസിൽ H0 ട്രൂ ആണെങ്കിൽ ടൈപ്പ് 1 എറർ, H0 ഫോൾസ് ആണെങ്കിൽ കറക്റ്റ് ഔട്ട്കം. This is the 4 possible state in the case of type 1 and type 2 errors. Okay. And then third method, type 1 and type 2 errors. Fourth method, fifth method, power and sample size. Okay, the power of a test is the probability of correctly rejecting the null hypothesis. Okay, or null hypothesis reject ചെയ്യാനുള്ള ആ പ്രോബബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുന്നത്. Okay, ഒരു null hypothesis reject ചെയ്യാനുള്ള probability is called as a power of a test, and it is denoted by 1 minus beta, and beta is the probability of type 2 errors. Type നേരത്തെ സ്ലൈഡിൽ കണ്ടു. type 2 errors is denoted as beta, type 1 error is denoted as alpha. So power of a test is denoted as 1 minus beta, where beta is the probability of type 2
errors. Okay, this power of a test depends upon the sample size. Okay, sample size depend on power of a test. നമ്മൾ ഡിഫറൻസ് ഓഫ് മീനിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ലാർജ് പോപ്പുലേഷൻസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യും, സാമ്പിൾ സൈസ് ലാർജ് ആയാലേ ആ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. Okay, so power of a test depends on sample size. If the sample size is large, then we can only identify the difference of mean. മീനുകളുടെ ഡിഫറൻസ് നമുക്ക് അറിയണമെങ്കിൽ പോപ്പുലേഷന്റെ സാമ്പിൾ സൈസ് ലാർജ് ആയിരിക്കണം. In other words, for a fixed significant level, a large sample size is required to detect small difference in mean. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു മീൻസിന്റെ ഡിഫറൻസ് നമുക്ക് സ്മോൾ ആയിട്ടെങ്കിലും അറിയണമെങ്കിൽ വി ഹാവ് ടു സെറ്റ് എ ലാർജ് സാമ്പിൾ സൈസ്. അതാണ് പവർ ഓഫ് ടെസ്റ്റും സാമ്പിൾ സൈസും തമ്മിലുള്ള റിലേഷൻ. Okay, in general, the magnitude of the difference is known as effect size. Okay, ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ എഫക്ട് സൈസ് എന്ന് പറയുന്നത്. അപ്പൊ സിംപ്ലി പവർ ആൻഡ് സാമ്പിൾ സൈസ് മീൻസ് ഒരു നൾ ഹൈപ്പോത്തിസിന്റെ റിജക്ഷൻ പ്രോബബിലിറ്റി ടെസ്റ്റ് ചെയ്യാനാണ് പവർ ഓഫ് എ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ 1 minus beta and beta is the type 2 error. Okay, and this power of a test depends upon the sample size. Okay, sample size ഡിപ്പെൻഡ് ചെയ്യും പവർ ഓഫ് എ ടെസ്റ്റ്. അപ്പൊ സാമ്പിൾ സൈസ് ലാർജ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, മീനുകളുടെ ഡിഫറൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റൂ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ പറയുന്നതാണ് എഫക്ട് സൈസ്. ദിസ് ഇസ് എ പവർ ആൻഡ് സാമ്പിൾ സൈസ്. ഫിഫ്ത്ത് മെത്തേഡ് അതാണ് പവർ ആൻഡ് സാമ്പിൾ സൈസ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് അനോവ. അനോവ കേട്ടിട്ടുണ്ടാവും, വിഷ്വൽ ലേണിംഗിലൊക്കെ വരുന്ന ഒരു ടേം ആണ് അനോവ. അനോവയുടെ ഫുൾ ഫോം അറിയാവോ? അനാലിസിസ് ഓഫ് വേരിയൻസ് അതാണ് അനോവ. അനോവ ഇസ് അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇറ്റ് ഇസ് എ ജനറലൈസേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഓഫ് ദ ഡിഫറൻസ് ഓഫ് ടു പോപ്പുലേഷൻ മീൻസ്. നമ്മുടെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിന്റെ ജനറലൈസേഷൻ ആണ് അനോവ. അനോവ മീൻസ് ജനറൽ അനാലിസിസ് ഓഫ് വേരിയൻസ്. ടു പോപ്പുലേഷൻ മീൻസിന്റെ ഡിഫറൻസ് ബേസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് അനോവ. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ അനോവയിൽ എടുക്കുന്നത് നൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നത് അനോവ ഇസ് ദാറ്റ് ഓൾ ദ പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ. ആ പോപ്പുലേഷനിലെ എല്ലാ മീൻസും ഈക്വൽ ആണെന്നാണ് നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നത്. alternate hypothesis set ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് വൺ പെയർ ഓഫ് പോപ്പുലേഷൻ മീൻസ് ഇസ് നോട്ട് ഈക്വൽ. ആ പോപ്പുലേഷനിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു പെയറില് മീൻസ് നോട്ട് ഈക്വൽ അല്ല എന്നാണ് നമ്മൾ ആ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് alternate ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. H0 in the case of ANOVA, null hypothesis set as all population means are equal. അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോപ്പുലേഷൻ മീൻസ് mu1 equal to mu2 equal to etc up to mu(n). And alternate hypothesis set as for at least one pair of ij, this means is not equal. mu I not equal to mu j. അപ്പൊ ഇത്രയും കേസിൽ ഏതെങ്കിലും ഒന്ന് അറ്റ്ലീസ്റ്റ് വൺ പെയർ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ പോപ്പുലേഷൻ മീൻസ് നോട്ട് ഈക്വൽ ആകുന്നില്ല. ഇതാണ് അനോവയില് സെറ്റ് ചെയ്യുന്ന കാര്യം. അനോവയിൽ ഡീറ്റെയിൽസ് ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത്രയും കാര്യം നമുക്ക് മതിയാകും. നമുക്ക് അനോവയ്ക്കകത്ത് വേണ്ട കാര്യങ്ങള് കേൾക്കുന്നുണ്ടോ?